അസർബൈജാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വളരെ രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യമായി വിമോചനം നേടി റിപ്പബ്ലിക്കാണ്. പക്ഷേ അതിനുശേഷം വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള അതിൻ്റെ വേർപെടൽ അത്ര സമാധാനപൂർണ്ണമൊന്നും ആയിരുന്നില്ല. വലിയ വലിയ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ടാണ് അത് സാധ്യമായത്. കാരണം സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപിരിയുന്ന സമയം തന്നെ പല കാരണങ്ങൾ കൊണ്ട് വേർപിരിയുന്നതിനോട് അന്നത്തെ സോവിയറ്റ് നേതൃത്വമായിട്ടുള്ള ഗോർബച്ചേവിൻ്റെ നേതൃത്വം വാസ്തവത്തിൽ അതിനോട് അനുഭാവമുള്ളവരായിരുന്നെങ്കിലും, പക്ഷേ ഇങ്ങനെ ഒരു വലിയ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശം വിട്ടുപോകുന്നത് അവർക്ക് നഷ്ടമാകുമെന്ന് തിരിച്ചറിയോടുകൂടി അവർ അതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ വളരെയധികം ശ്രമിച്ചു അന്നത്തെ റഷ്യൻ നേതൃത്വം. അങ്ങനെ റഷ്യൻ സൈന്യം അസർബൈജാനിൽ പ്രവേശിക്കുകയും അവിടെ വലിയ ഏറ്റുമുട്ടലും സംഘർഷവും അവിടുത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാന നായകന്മാരുമായിട്ട് വലിയ സംഘർഷമുണ്ടാകുകയും ഏറ്റുമുട്ടലുണ്ടാകുകയും വാസ്തവത്തിൽ ഒരുപാട് പേർ 130 പേർ ഒരൊറ്റ ദിവസം രക്തസാക്ഷികളായി മാറുകയും ചെയ്തു. അസർബൈജാൻ്റെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാന നഗരവും അതിൻ്റെ ഈ തീരത്തുള്ള കാസ്പിയൻ സമുദ്ര തീരത്തുള്ള കിഴക്കേ അറ്റത്തെയുള്ള ബാക്കു എന്ന് പറയുന്ന നഗരമാണ്. ഈ ബാക്കു നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട വിനോദസഞ്ചാരികളും യാത്രികരും അങ്ങോട്ട് വരുന്ന എല്ലാത്തരം സഞ്ചാരികളും അവിടുത്തെ ജനങ്ങളുമൊക്കെ ഏറ്റവും അധികം പവിത്രമായി കരുതുന്ന ഒരു പ്രദേശമാണ് ഈ ബാക്കുവിൻ്റെ നടുവിലുള്ള ഈ മാർട്ടേഴ്സ് കോളം, ഒരു പ്രധാനപ്പെട്ട രക്തസാക്ഷികളുടെ ഒരു സ്മാരകം. ഇവിടെ റഷ്യൻ ആക്രമണത്തിൽ സോവിയറ്റ് യൂണിയൻ പോലും റഷ്യൻ ആക്രമണത്തിൽ രക്തസാക്ഷികളായ 100-120 പേരുടെ ചിത്രങ്ങളുമൊക്കെയായിട്ട് അതിമനോഹരമായ രീതിയിൽ വളരെയധികം തീവ്രമായിട്ടുള്ള ഒരു സ്മാരകമാണ് വാസ്തവത്തിൽ ഈ ബാക്കുവിൽ നമ്മളെ എതിരേൽക്കുന്നത്. അവിടെ ഒരു നിത്യസ്മാരകമായി അണയാത്ത ഒരു ഫ്ലെയിം, ഒരു ജ്വാല അവിടെ നിരന്തരമായി അവിടെ കത്തി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ചരിത്രത്തിൽ അങ്ങനെ 90കളിൽ ഈ പറഞ്ഞ പോലെ ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം സംഭവിച്ചത് റഷ്യൻ അന്നത്തെ അതിൻ്റെ ഒരു രസകരമായ ഭാഗമെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെ ആധിപത്യം നടക്കുന്ന സമയത്ത് അസർബൈജാൻ്റെ നേതൃത്വം വാസ്തവത്തിൽ അന്നത്തെ അസർബൈജാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഹൈദർ അലിയേവ് എന്ന് പറയുന്ന അസർബൈജാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ കൈകളിലായിരുന്നു. പക്ഷേ ആ നേതാവിനൊരു ഒരു പ്രശ്നമുണ്ടായത്, ഈ ഗോർബച്ചേവ് തീർച്ചയായിട്ടും ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണഭൂതനായിരുന്നെങ്കിലും അതിനുശേഷം വന്ന ഈ തകർച്ചയ്ക്കൊക്കെ പ്രധാനപ്പെട്ട സഹായം ഉണ്ടായിരുന്ന ആളാണെങ്കിലും ഗോർബച്ചേവുമായി അവസാന കാലത്ത് പിണങ്ങി പിരിഞ്ഞ ഒരാളായിരുന്നു ഹൈദർ അലിയേവ് എന്ന് പറയുന്ന ഈ അസർബൈജാൻ്റെ നേതാവും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടുത്തെ KGBയുടെ സോവിയറ്റ് ചാരസംഘടനയുടെ ഏറ്റവും തലപ്പത്തെ ഒരു പ്രമുഖനായിരുന്നു. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അങ്ങനെ സോവിയറ്റ് ആധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളിൽ ഒരാളായിരുന്നു വളരെ കാലം ആയിട്ട് അസർബൈജാൻ്റെ ഈ നേതാവ്. പക്ഷേ അവസാന കാലത്ത് ഗോർബച്ചേവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു, ഒരു ദേശീയവാദിയായിരുന്നു എന്നാണ്. അസർബൈജാൻ ദേശീയവാദത്തിൻ്റെ ഒരു വലിയ വക്താവായിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ അവസാന കാലത്ത് 90കളുടെ ആദ്യം മുതൽ ഗോർബച്ചേവുമായിട്ട് പിണങ്ങിയതോടുകൂടി അസർബൈജാനിലുള്ള അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യം അവസാനിക്കുകയും അദ്ദേഹത്തിൻ്റെ മേധാവിത്വം അവസാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി ജീവിതം ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം അസർബൈജാനിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുത്തു. വലിയ ആഭ്യന്തര യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും സൈന്യവുമായിട്ടുള്ള പ്രശ്നം. അങ്ങനെ മിക്കവാറുമുള്ള സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പല റിപ്പബ്ലിക്കിനും അതിൻ്റെ ആദ്യകാലത്ത് ഇങ്ങനെയുള്ള വലിയ ആഭ്യന്തര സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒക്കെ ഇരയായി വന്ന ഒരു ചരിത്രമുണ്ട്. അതുതന്നെയാണ് അസർബൈജാനും ഉണ്ടായത്. സൈന്യം വരുന്നു, അതിനിടയ്ക്ക് വേറെ ചില നേതാക്കന്മാർ വന്നു, അവരെ കൊണ്ട് കഴിവില്ല എന്ന് പറയുന്ന പട്ടാളം അത് ഏറ്റെടുക്കുന്നു. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളായി അസർബൈജാൻ ഒരു വലിയ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നീർച്ചുഴിയിൽപ്പെട്ട സമയത്ത് വാസ്തവത്തിൽ ഈ ഹൈദർ അലിയേവിനെ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അതൊരു ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇത്രയും അസർബൈജാനി ജനത ഏറ്റവും അധികം വെറുത്ത ഒരു സോവിയറ്റ്
ഭൂതകാലത്തിൻ്റെ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധകാലത്തിൻ്റെ ഭാഗമായിരുന്ന അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമായിരുന്ന ഒരു മനുഷ്യനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു അസർബൈജാന് എന്നുള്ളത് വളരെ ചരിത്രത്തിൽ അപൂർവമായി നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം കാര്യക്ഷമതയിൽ വളരെ മുൻപനാണ്. അതുപോലെ തന്നെ അസർബൈജാൻ്റെ ദേശീയവാദത്തിൻ്റെ ഒരു വലിയ ഒരു മുഖമാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ പുതിയ അസർബൈജാൻ്റെ, അതായത് കമ്മ്യൂണിസമായിട്ടും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കഴിഞ്ഞ ഒരു പുതിയ സ്വതന്ത്ര അസർബൈജാൻ്റെ നേതാവായി അദ്ദേഹം തന്നെ വീണ്ടും പുനരവതരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അല്ലാതെ വേറെ ആർക്കും അസർബൈജാനെ നിയന്ത്രിക്കാനോ അസർബൈജാനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇവിടെ സമാധാനം സ്ഥാപിക്കാനോ കഴിയില്ല എന്ന ഒരു ഭൂരിപക്ഷം വിഭാഗങ്ങളും തീരുമാനിച്ചതോട് അല്ലെങ്കിൽ വിശ്വസിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. അങ്ങനെ അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ പുതിയ അസർബൈജാൻ്റെ സൃഷ്ടാവ്. പഴയ അസർബൈജാൻ്റെ ആളും അദ്ദേഹമായിരുന്നു. പുതിയ അസർബൈജാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അതിനെ റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്, പുനർനിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം അസർബൈജാൻ്റെ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചത് അസർബൈജാൻ്റെ ഈ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ പര്യവേഷണത്തിനും നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രകൃതിവാതകത്തിൻ്റെ അതിനെ കൂടുതൽ ഉപയോഗിക്കാനും അതിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്യാനുമൊക്കെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊരു വലിയ ഉടമ്പടി ഉണ്ടാക്കി. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുവരെ അസർബൈജാൻ്റെ സ്വത്ത്, അസർബൈജാൻ്റെ ഈ എണ്ണ, പ്രകൃതിവാതകം മുതലായതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം ലഭിച്ചിരുന്നതെല്ലാം സോവിയറ്റ് യൂണിയനാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ അസർബൈജാൻ അതിൻ്റെ ഒരു ചെറിയ പങ്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതിന് മുമ്പ് അങ്ങനെയാണ് സാറസ് റഷ്യയുടെ കാര്യം. കാരണം ഇവരുടെ ഇവരുടെ റിസർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ UAE പോലെയോ സൗദി അറേബ്യയോ അത്രയൊന്നുമില്ല. അതിനുമായിട്ട് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ എന്നാലും അസർബൈജാനെ പോലെയുള്ളൊരു താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രത്തിന് വലിയ സമ്പദ് സമൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ അതൊന്നും ആ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ എക്കോണമി ആ രാജ്യത്തിൻ്റെ മൊത്തമുള്ള എക്കോണമി പ്രവർത്തിപ്പിക്കാനും അവരുടെ സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചതുകൊണ്ട് അസർബൈജാൻ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം ലഭിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം അലിയേവ് ചെയ്തത് അത് അസർബൈജാൻ്റെ വളർച്ചയ്ക്കും അസർബൈജാൻ്റെ മുന്നേറ്റത്തിനും വളരെയധികം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അസർബൈജാന് ഒരു പുനർജന്മം ഉണ്ടായതും ഒരു സാമ്പത്തികമായ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് പിന്നീട് 90-കൾ മുതൽ പിന്നീട് കാണുന്ന കാഴ്ച. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമായിട്ടുള്ള പരസ്പരം ഏറ്റുമുട്ടി നിന്ന വിഭാഗങ്ങളെയൊക്കെ അടിച്ചമർത്തി അദ്ദേഹം തന്നെ ജനാധിപത്യം എന്ന് വിളിക്കാവുന്ന രാജ്യമാണ്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും വാസ്തവത്തിൽ അതിനുശേഷം ജനാധിപത്യമാണ് എന്ന് പറയാമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഹൈദർ അലിയേവിൻ്റെ, പ്രത്യേകിച്ച് KGBയുടെയും പഴയ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ പാരമ്പര്യത്തിലുണ്ടായിരുന്ന അദ്ദേഹം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലൊരു എന്താ പറയുന്ന ഒരു കൃത്യമായ ഒരു വശത്ത് അദ്ദേഹം സാമ്പത്തികമായി ഒരു ഫ്രീ ട്രേഡിനെ, ഒരു മുതലാളിത്തത്തിനെ പുണർന്നു. എങ്കിലും അദ്ദേഹം രാഷ്ട്രീയമായി ആ സോവിയറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഒരു ഉരുക്കുമുഷ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് പിറക്കുന്ന ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയ്ക്കും സമാധാനത്തിനും പറ്റിയൊരു കോമ്പിനേഷനായിരുന്നു ഇത് രണ്ടും. ഈ ഒരേ സമയത്ത് വിപണിയെയും അതേ സമയത്ത് എന്താ പറയുക ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധികാരത്തിൻ്റെയോ സ്വഭാവമുള്ള ഭരണ സമ്പ്രദായം, ഇതിൽ കൂടെയാണ് അസർബൈജാൻ പിന്നീട് അതിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്തിയതും പിന്നീട് വളർന്നു. പക്ഷേ പിന്നീട് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ശക്തിയും ഈ പുതിയ മേധാവിത്വം ഒക്കെ കാരണം ഹൈദർ അലിയേവ് മാറിയത്, അദ്ദേഹം സാമ്പത്തികമായി വളരാൻ സഹായിച്ചുവെങ്കിലും പാശ്ചാത്യ ലോകവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുകയും ചെയ്തെങ്കിലും സോവിയറ്റ് യൂണിയനുമായിട്ട് അതിനകം സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയിരുന്ന ഈ അദ്ദേഹം അവിടെ ഒരു വലിയ ജനാധിപത്യം എന്ന ഒരു എന്താ പറയുന്ന ഒരു മുഖംമൂടിയുടെ പിന്നിൽ അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യം അരക്കിട്ടുറപ്പിക്കുക തന്നെ ആണ് ചെയ്തത്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം 2003 മറ്റോ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് അധികാരം കൈമാറുകയും ചെയ്തു. അപ്പോൾ സ്വേച്ഛാധികാരം തന്നെ കുടുംബവാഴ്ചയായിട്ട് മാറുകയും അങ്ങനെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാക്കി. ഇന്നിപ്പോൾ വാസ്തവത്തിൽ അസർബൈജാൻ ഒരു സാധാരണ പുതുതായിട്ട് പുറത്തുനിന്ന് വരുന്ന ആർക്കും ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സമ്പന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവൽ രാജ്യമാണെന്ന് തോന്നാമെങ്കിലും അസർബൈജാനിൻ്റെ വ്യവസ്ഥ വാസ്തവത്തിൽ ഒരു സ്വേച്ഛാധികാരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, കുടുംബവാഴ്ചയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആരോപണങ്ങൾ അസർബൈജാൻ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ പരാതിയുണ്ട്. പത്രസ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളതെല്ലാം
അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പ്രതിപക്ഷത്തിനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ന്യൂ അസർബൈജാൻ പാർട്ടി എന്നൊരു പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മകനായിട്ടുള്ള ഇഹാർ അലിയേവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി. പക്ഷേ ഇങ്ങനത്തെ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള കിഴക്കൻ യൂറോപ്യനിലുള്ള പല രാജ്യങ്ങളെയും പോലെ ഒരേ സമയത്ത് അത് മുതലാളിത്തമാണ്, അത് സ്വേച്ഛാധികാരമാണ്, ജനാധിപത്യമാണ്, മനുഷ്യാവകാശ ലംഘനം കൊണ്ട് അഴിമതി ഇപ്പോൾ പിന്നെ ആംനസ്റ്റിയുടെയും മറ്റും ഇൻ്റർനാഷണലിൻ്റെയും മറ്റും പഠനങ്ങളനുസരിച്ച് ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അഴിമതിയും വളരെ കാര്യമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു സന്ദർശകർക്ക് അത്ര മനസ്സിലാവണമെന്നില്ല. സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയും കഴിയുന്ന ജനത വളരെ വ്യാവസായികമായി വളരെ മുന്നോട്ട് പോകുന്നു. എണ്ണ ഉൽപ്പാദനത്തിലും പ്രകൃതിവാതക ഉൽപ്പാദനത്തിലും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കാണാം. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഈ സിസ്റ്റത്തിനെ ഓടിക്കുന്ന അലിയേവ് കുടുംബം വാസ്തവത്തിൽ ഇതിൻ്റെ സാമ്പത്തികമായിട്ടും അധികാരത്തിൻ്റെയും വലിയ പങ്ക് പറ്റിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും സത്യം.